ബിക്കോസ് അൺനെസസറി ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ് നമ്മൾ ഉറങ്ങുന്നില്ല എന്ന് പറയും, ഉറങ്ങാൻ മരുന്നെടുക്കും. ബട്ട് നോർമൽ മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടാണോ നിങ്ങൾ ഉറങ്ങാനുള്ള മരുന്ന് എടുക്കുന്നത്? ഒരു വർക്കൗട്ട് ചെയ്യുക, വായിക്കുക, അല്ലെങ്കിൽ ഡു സം വർക്ക്. നമ്മുടെ ബോഡി ടയേർഡ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങില്ലേ? ഈ ഉറക്കം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ നമ്മളുടെ മെൻ്റൽ ആയിട്ടുള്ള സ്ട്രെസ്, ഇതൊക്കെ നമ്മളുടെ പെയിനെ സ്വാധീനിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിമം 6 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ യുവർ ബ്രെയിൻ വിൽ ക്രിയേറ്റ് ഹങ്കാമ എന്ന് പറയും. ആ ബ്രെയിനിന് നിങ്ങൾ റിപ്ലനിഷ് ചെയ്യുക അല്ലെങ്കിൽ റീജുവനേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയമാണ് ആ ഉറക്കം. ആ ഉറക്കത്തിലാണ് നിങ്ങളുടെ ബ്രെയിൻ റിക്കവർ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം ട്രോമ ഒരു ദിവസം അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ, ആ രാത്രി നിങ്ങൾ ഉറങ്ങുന്ന ആ 6 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഫുൾ ബോഡി റിക്കവർ ചെയ്യുകയാണ്. ആ ഉറക്കം നിങ്ങൾ ബ്രെയിനിന് കൊടുത്തില്ലെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാവുന്നോ അല്ലെങ്കിൽ കുറഞ്ഞ ഉറക്കം ആവുന്നോ, യു ആർ ഡെയിലി യു ആർ ബ്രിങ്ങിങ് മോർ ആൻഡ് മോർ ഡാമേജ്. ഇന്ന് ഞാൻ ഉറങ്ങി 3 മണിക്കൂർ, നാളെ ഞാൻ ഉറങ്ങി 2 മണിക്കൂർ, മറ്റന്നാൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഒരു 6 മണിക്കൂർ ഉറങ്ങാമെന്ന്. നോ, യു നീഡ് എ സ്ലീപ്പ് ഹൈജീൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ബോഡി എത്രത്തോളം റിക്കവർ ചെയ്യുന്നു ഉറങ്ങുമ്പോൾ. പക്ഷേ ഡോക്ടർ, നമ്മൾ ഈ ജീവിക്കുന്നതേ, നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് പഴയതിൽ നിന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ആൾ ഷിഫ്റ്റ് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. പല ഷിഫ്റ്റുകളിലായിട്ട്, മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ അയാൾക്കൊക്കെ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് നമ്മളെ ലൈഫ് സ്റ്റൈൽ, ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെഡിസിൻസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുക? അവർക്കൊക്കെ അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഈവൻ ഞാൻ പെയിൻ മെഡിസിനോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ആയിരുന്നു. ഐ യൂസ് ടു മാനേജ് ഒൺലി ICU. എസ്പെഷ്യലി കോവിഡ് ടൈമൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യണം. 24 hours ഒക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ICUയിൽ നിന്ന് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ രാത്രി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഷിഫ്റ്റ് കഴിയുമ്പോൾ പകൽ പോയി കിടന്ന് ഉറങ്ങും. ആ ഉറക്കം ആ ബോഡിക്ക് കൊടുക്കുക. അതിപ്പോൾ വർക്കാണ്. നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ആ ജോലി കളഞ്ഞിട്ട് വേറെ ജോലി കണ്ടുപിടിക്കാൻ പറയാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ഒരു ഡോക്ടർക്കും കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ ജോബ്, അതിലാണ് നിങ്ങൾ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ കൊടുക്കുക. കണ്ടിന്യൂസ് ഷിഫ്റ്റ് അവോയ്ഡ് ചെയ്യാലോ, കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടീസ് അവോയ്ഡ് ചെയ്യാലോ. അങ്ങനെ ഒരു ജോബ് എങ്ങും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ രാത്രി മാത്രമേ വർക്ക് ചെയ്യുമെന്നും പറഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ രാത്രിയുള്ള ഉറക്കം അളയ്ക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ബോഡിക്ക് ഉള്ള റെസ്റ്റ് കൊടുക്കുക, ഉറങ്ങുക. അപ്പോൾ വേറെ പരിപാടിക്ക് പോകാതിരിക്കുക. ഓക്കെ, അത് ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് നമ്മൾ നോർമൽ ആൾക്കാരും കൂടെ ആണല്ലോ. നമുക്ക് ഇന്ന ഒരു പ്രാക്ടിക്കാലിറ്റി കൂടെ വേണമല്ലോ ലൈഫിൽ, സൊസൈറ്റിയിൽ. അല്ലാതെ ജോലി കളഞ്ഞിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ രാത്രിയിൽ കിട്ടുന്ന ഒരു സുഖമായിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടല്ലോ, സുഗന്ധദ്ര എന്നൊക്കെ നമ്മൾ പറയാം, അത് ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ദെൻ യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ് ഇൻ യുവർ റൂം. പുട്ട് ദ കർട്ടൻസ്, മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി ഡാർക്ക്, ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് സോ ദാറ്റ് യു ക്യാൻ സ്ലീപ്പ്. അപ്പോൾ അതാ ഞാൻ വരുന്നത്. അതായത് ഇപ്പോൾ രാവിലെയാണ് ഉറങ്ങുന്ന ഒരാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ എന്തൊക്കെ പറഞ്ഞ പോലെ കേർട്ടൻസ് ഇട്ടിട്ട്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ക്രിട്ടിക്കൽ കെയർ ICU നോക്കുന്ന സമയത്ത് ഞാൻ ഈ രാവിലെ 8 മണി 9 മണി ചിലപ്പോൾ 10 മണിയാവും ICU ഇറങ്ങുമ്പോൾ, രാത്രി മുഴുവൻ ഇത് കഴിഞ്ഞിട്ട് പോയി നേരെ ലൈക്ക് ആ റൂം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി ഡാർക്ക് ആൻഡ് വെയർ ലൈറ്റ് cotton clothes so you don't feel sweat, or if you have an AC, switch it on. എന്നിട്ട് ആ ഒരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ, താങ്കൾക്ക് എന്താണ് കംഫർട്ടബിൾ. ചിലർക്ക് സ്മെല്ല് ഇഷ്ടമാണ് റൂമിൽ, ദെൻ യു ക്യാൻ ഒരു അങ്ങനെ എന്തെങ്കിലും ഫ്രാഗ്രൻസ് വെക്കാം. ചിലർക്ക് ഒന്നും വേണ്ട, അട്ടർ സൈലൻസ് അത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക് എൻവയോൺമെന്റ് യു വിൽ ഓട്ടോമാറ്റിക്കലി fall into sleep. ചിലർക്ക് ശബ്ദം ഉള്ളതായിരിക്കും ഉറങ്ങാൻ, അത് ഓരോരുത്തരുടെ ഹാബിറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് മ്യൂസിക് കേട്ടോണ്ട് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് യു ക്രിയേറ്റ് യുവർ comfortable sleeping atmosphere which is comfortable for you. Because ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് സൗണ്ട് ഇഷ്ടമല്ല, പക്ഷേ ഇറ്റ് മേ നോട്ട് ബി സെയിം വിത്ത് യു. എനിക്ക് പാട്ട് കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പാട്ട് കേട്ടോണ്ടേ ഉറങ്ങും. സോ ഈച്ച് പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ പേഴ്സണിനും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ സൂട്ടബിൾ, അത് ചെയ്യുക.